ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ ഇത്രയും നാൾ ഈ ഫ്ലാറ്റിൽ താമസിച്ചപ്പോൾ നിങ്ങൾക്കൊന്നും ഫ്ലാറ്റ് കാണിച്ച് തന്നില്ലല്ലോ എന്ന് വിചാരിക്കുകയാണ്. വലിയൊരു ഫ്ലാറ്റാണ്. റൂമിൽ അങ്ങനെ കുറേ റൂമുകളുണ്ട്. ഓരോ ബ്ലോക്കാണ്. ഞങ്ങൾ ഡി ബ്ലോക്കിലാണ് നിൽക്കുന്നത്. അച്ഛൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. എ ബ്ലോക്ക്, ബി ബ്ലോക്ക്, സി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, ഇ ബ്ലോക്ക് ഒക്കെ ഉണ്ട് കേട്ടോ. ഡി ബ്ലോക്കിലാണ് ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെയൊക്കെ കാണിച്ചു തരാൻ പോവാണ്. ഇവിടുത്തെ ലൈസൻസ് എടുത്ത് അവിടുന്ന് കാറ് കിട്ടും. അച്ഛൻ്റെ ഒരു കാറുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കാണിച്ചു തരാൻ പോവാണ്. ഫസ്റ്റ് നമ്മൾ വരണ വഴിയാണ് കാണിക്കാൻ പോകുന്നത്. വരൂ. ഇപ്പോൾ കൂട്ടുകാരെ, ഫസ്റ്റ് നമ്മൾ ഈ ഡോറ് വരുന്ന വഴി ലൈറ്റ് ഇട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ നിന്നാണ് വരിക. ഇതിൻ്റെ ഈ സൈഡിലായിട്ട് കണ്ടോ നമ്മളെ കാണാൻ പറ്റിട്ടോ. അതിൻ്റെ ഈ ഒരു റൂം കാണിച്ചു തരാം. ലൈറ്റൊക്കെ ഇട്ട് ഇത് ഓരോ സാധനങ്ങൾ വെക്കണ സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ. ഇത് അലമാരി. ഇത് നമ്മൾ ആക്കണത് പൂജാ റൂമൊക്കെ ആയിട്ടാണ്. ഉള്ളിൽ കൃഷ്ണനെയൊക്കെ വെച്ചിട്ട് ആക്കുന്നത്. രാവിലെ വന്ന് ഇവിടെ പ്രാർത്ഥിക്കേ. ഇവിടെ ഒന്നും അധികം വിളിച്ചില്ല. ഇങ്ങോട്ട് തിരുമ്പതേ ഇതാണ് അടുക്കള. ലൈറ്റ് ഇടട്ടെ. അപ്പോൾ ഇതാണ് അടുക്കള. കണ്ടോ, ഭംഗിയായിട്ടുള്ള അടുക്കളയാണ്. ഫ്രിഡ്ജാണ് കേട്ടോ. ഫ്രിഡ്ജ് പലതരം സാധനങ്ങൾ നല്ല രസത്തിൽ. അപ്പുറത്തെ തുണിയൊക്കെ അലക്കാനിടുന്ന സ്ഥലമാണ്. തുണി അലക്കാനിടുന്ന സ്ഥലത്ത് ലൈറ്റൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് അത് കാണുന്ന AC ആണ്. പിന്നെ പുകയൊക്കെ വരുമ്പോൾ വലിച്ചെടുക്കാനുള്ള ഫുള്ള് സെറ്റപ്പാണ് മക്കൾ. പുകയൊക്കെ കളയുന്ന മെഷീൻ ഉണ്ട്, AC ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു ടേബിൾ ഉണ്ട്. നിങ്ങൾ വെള്ളമൊക്കെ വെക്കാനുള്ള ടേബിള്. ഇവിടെ കൂട്ടി കഴിയുമ്പോൾ അധികം വെളിച്ചൊന്നുമില്ല. ഇത്തിരി ഇരുട്ടാണത്. പക്ഷെ അധികം ഇരുട്ടൊന്നുമില്ല. ഇവിടെ കണ്ട സ്വിച്ചുകളൊക്കെ ഉണ്ട്. ഈ സ്വിച്ച് തൊട്ട് കഴിഞ്ഞാൽ ലൈറ്റൊക്കെ ഓണാവും കേട്ടോ. ഇവിടുത്തെ ലൈറ്റ് അവിടുത്തെ ലൈറ്റൊക്കെ ഓണാവും. അവിടെ സ്വിച്ച് ഉണ്ട് കേട്ടോ. ഓണാക്കാൻ ഞാൻ കാണിച്ചു തന്നല്ലോ അല്ലേ. ഇനി ഈ ഒരു സെറ്റായിട്ട് ബാത്റൂം ഉണ്ട്, കാണിച്ചു തരാം. ഈ ഒരു ബട്ടണിക്ക് എക്സോസ്റ്റാണ്. ഈ ഒരു ബട്ടണിക്ക് ലൈറ്റ് വരും കേട്ടോ. ഈ റൂം നമ്മൾ പൂട്ടിയിട്ടേക്കാണ്. കാരണം ഇതിൻ്റെ ഉള്ളിൽ ബാത്റൂം ഉണ്ട്. അതൊന്നും യൂസ് ചെയ്യുന്നില്ല. കുറച്ച് നാൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ യൂസ് ചെയ്യാണ്ടായി. ഈ ഒരു റൂമും ഈ ഒരു ബാത്റൂമാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യണേ. ബാത്റൂം തുറന്ന് കാണിക്കുന്നില്ല. ഇരുട്ടുള്ള സ്ഥലത്തേക്ക് പോവാണ്. വെളിച്ചുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോണത് ഹോളിലേക്കാണ്. ഹോളൊന്നും നമ്മൾ കാണിച്ചിട്ടില്ലല്ലോ. ഇവിടെ നിന്ന് വരുമ്പോൾ കാണുന്നത് ഈ ഒരു ഡൈനിങ് ടേബിളാണ്. ഇത് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. പിന്നെ ഒരു സോഫ ഉണ്ട് കേട്ടോ. നമുക്ക് വരുമ്പോൾ നല്ല കുഷ്യനുള്ള സോഫയിൽ ഇരുന്ന് ചാടണം കണ്ടിട്ടോ. നമ്മൾ നല്ല രസത്തിൽ ചാടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചാടാൻ കേട്ടോ. ആ സോഫ മാത്രമല്ല, ഈ ഒരു സ്ഥലത്ത് ഈ ഒരു സോഫയും കൂടി ഉണ്ട്. ഇത് അതുപോലെ തന്നെ ഈ ഒരു ഡൈനിങ് ടേബിളാണ്. ഇത് ഞാൻ കളിക്കാനൊക്കെ യൂസ് ചെയ്യുക. സാധനങ്ങളൊക്കെ വെക്കാനൊക്കെ യൂസ് ചെയ്യുക. ഇത് വെച്ചിട്ടാണ് ഞാൻ കളിച്ചിട്ട് കുറേ വീടുണ്ടാക്കിയിട്ടൊക്കെ ഓരോ റീലൊക്കെ ഇട്ടാണ് കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് നമ്മുടെ TV ആണ് ഇരിക്കുന്നത്. അടിപൊളി TV കണ്ടോ. അടിപൊളി TV ആണ്. ഈ TV ഞങ്ങൾക്കൊരു അങ്കിള് തന്നതാണ്. ഈ റൂമിൽ ഈ സ്റ്റാൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, TV ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് അങ്കിള് ഒരു അച്ഛൻ്റെ ഫ്രണ്ട് തന്നതാണ്. എൻ്റെ ഈ സൈഡിലായിട്ട് കണ്ടോ മരത്തോണ്ടൊക്കെ ഉണ്ടാക്കി സ്ട്രോങ് ആയൊരു വലിപ്പ്. അടിയത്തെ വലിപ്പ് വലിയില്ല കേട്ടോ. കണ്ട അടിപൊളി ഒരു വലിപ്പുണ്ട്. അതിൻ്റെ ഈ ഒരു സൈഡിൽ ഉണ്ട് എൻ്റെ അമ്മ പൊന്നോ. ഞങ്ങളുടെ പുറത്തൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ്. ഇവിടെ ലോക്കൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ ഓണാക്കിയിട്ടിട്ട് നേരത്തെ ലോക്കായിരുന്നു. ഇതൊക്കെ നന്നായിട്ടൊന്ന് വലിക്കണം. റോഡ് സൈഡാണ് കേട്ടോ ഗായ്സ്. ആ വഴിക്കാണ് ഉള്ളിലേക്ക് കയറി വരിക. ഞങ്ങളുടെ പാർക്കിങ് ഇവിടെയൊക്കെ തന്നെ. ഈ വൈകുന്നേരം ആകുമ്പോൾ ഈ സ്ഥലത്തൊക്കെ കൊച്ചുങ്ങളൊക്കെ കളിക്കും, കുട്ടികളൊക്കെ. ഞാൻ ചില്ല് മാത്രമേ വെച്ചിട്ടുള്ളൂ. പക്ഷേ ഇതിനത് നെറ്റും കൂടി ഉണ്ട്. രാത്രി കർട്ടൻ അടച്ചാൽ പുറത്തേക്ക് ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണില്ല കേട്ടോ. ഇപ്പം തന്നെ ഞാൻ ഓടി നടന്ന് ഞാൻ തന്നെ വരുത്തും. അപ്പം
ഇത്രയും നേരം ഇവിടെ വൃത്തിയാക്കി അടിച്ചു വരും. ഇവിടെ വെള്ള ടൈലായതുകൊണ്ട് പെട്ടെന്ന് പൊടി പിടിക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഒരു തവണ അടിച്ചാലൊന്നും പൊടി പോരില്ല. ഇങ്ങനെ അടിച്ചോണ്ടേ ഇരിക്കട്ടോ. ഞങ്ങൾ കുറേ ഇതാട്ടോ, വലിയ റൂമല്ലേ, അതുകൊണ്ട് കുറേ സ്ഥലത്ത് ഇങ്ങനെ അടിക്കണം. ഉണ്ണി ഉറങ്ങുകയാണ് കാരണം ആ റൂമിലൊന്നും ഞാൻ കാട്ടി തന്നിട്ടില്ല. അത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഉണ്ണി ഉറങ്ങുമ്പോൾ അവിടെ ഒന്നും അടിച്ചു വരില്ല. അതുകൊണ്ട് ഹോളിയിൽ എന്തായാലും മെയിനായിട്ട് ആയിരുന്നാലും അടിച്ചു വരും. ഹോളായിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇരിക്കാറ്. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് പൊടി പിടിക്കും. അപ്പം അങ്ങനെയൊക്കെ തന്നെ. എൻ്റെ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഈ പുറമെ കാണുന്ന എല്ലാ ബിൽഡിങ്ങും ഓരോ ബ്ലോക്കാണ്. അവിടെയൊക്കെ ഓരോ ഇതുണ്ട്. അതാണ് A ബ്ലോക്ക്. പിന്നെ നടുവിലൊക്കെ മരങ്ങളൊക്കെ ഉണ്ട്. പാർക്കിംഗ് ആട്ടോ ഇവിടെയൊക്കെ. ഞങ്ങളുടെ പാർക്കിംഗ് വേറെ സ്ഥലത്താണ്. ആ കാണുന്ന ബ്ലോക്കാണ് B ബ്ലോക്ക്. മരം തടഞ്ഞിട്ട് കാണുന്നില്ല. അവിടെ C ബ്ലോക്ക് എഴുതിയിട്ടുണ്ട്. അതാണ് C ബ്ലോക്ക്. ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നതാണ് D ബ്ലോക്ക്. മതിലില്ലേ, അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ E ബ്ലോക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. അതാണ് E ബ്ലോക്ക് കേട്ടോ. അങ്ങനെ ഓരോ ബ്ലോക്കുകൾ ഇതിൻ്റെ ചുറ്റും നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിലേക്ക് ഇന്നൊരു ഗസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടിവിക്ക് 2 റിമോട്ടാണുള്ളത്. ഈ ഒരു കുപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു കുപ്പിയുടെ റീൽ ഞാൻ ഇട്ടുണ്ട്. വേറെ കുപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാമെന്നാണ് പറഞ്ഞാണ് കേട്ടോ. നല്ല ഗ്ലൈസിങ് ഉള്ളതാണ്. ഇതൊക്കെ നല്ല സ്ട്രോങ് കശാരിയാണ്. നീക്കുമ്പോൾ മരത്തോണ്ട് ഉണ്ടാക്കിയതാണ്. നല്ല സ്പോഞ്ചാണ്. കവറിട്ട് നല്ല സ്പോഞ്ചാണ്. പക്ഷെ ഇത് നീക്കുമ്പോൾ നല്ല സൗണ്ട് കേൾക്കും. അതുകൊണ്ട് നമ്മൾ നീക്കാറില്ല കേട്ടോ അധികം, ഉണ്ണി ഉറങ്ങണ കാര്യമുണ്ട്. അപ്പം അത്രയുള്ള കുട്ടികൾ. ഇപ്പം ഞങ്ങളുടെ ഹോള് വലുതാക്കിയിട്ട് ഒന്ന് കാണിച്ചു തരാം. ഉണ്ട്, അതാണ് വലിയൊരു ഡോറാട്ടോ. ഇതാണ് കയറി വരുന്ന സ്ഥലം. ഇവിടെ നിന്നാണ് കയറി വരിക. ഓക്കെ, ഇങ്ങനെ തലോണ നിരനിരാന്നായിരിക്കുന്നത്. നല്ല സോഫ്റ്റ് തലോണയാണ്. കിടക്കാനൊക്കെ നല്ല സുഖമാണ്. തലയിൽ വെച്ച് ഇങ്ങനെയൊക്കെ കിടന്നു കഴിഞ്ഞാൽ തലയൊന്നും മുട്ടില്ല. ഭയങ്കര സോഫ്റ്റ് തലോണയാട്ടത്. മുകളിൽ ഇവിടെ ഒരു ലൈറ്റും അവിടെ ഒരു ലൈറ്റ്, നടുവിലൊരു നല്ല സ്പീഡുള്ളൊരു ഫാനാണ്. ഫാനിൻ്റെ സ്വിച്ച് എവിടെയാണെന്ന് കാണിച്ചു തരാം. ഇവിടെ തന്നെ AC ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ AC ഉണ്ട്. പക്ഷെ ഇവിടെ നന്നായി കുറച്ച് വലിയ ഹാളായ കാരണം ചൂടായ കാരണം പെട്ടെന്ന് തണുക്കില്ല, കൂളാവില്ല. നമ്മൾ AC റിമോട്ട് ഇട്ടാൽ ഈ 2 AC ഈ റിമോട്ട് കൊണ്ട് ഓണാക്കാം. ഇത് വേറെ സ്വിച്ചാണ്. AC-യുടെ ആ AC-ക്ക് ഈ സ്വിച്ച്, ആ AC-ക്ക് ഈ സ്വിച്ചായിട്ടാണ് ഈ ഫാനിൻ്റെ സ്വിച്ച് ഇപ്പോൾ ഇട്ടാണ്. കണ്ട മനസ്സിലായി. ലൈറ്റ് 2 തരം ലൈറ്റാണ് ഇവിടെ ഉള്ളത്. ഫാനിൻ്റെ സ്പീഡ് കൂട്ടാനായിട്ട്. ഞങ്ങൾ ഇതിൻ്റെ ഫ്ലോറൊക്കെ എപ്പോഴും ക്ലീനായി തിളങ്ങണ പോലെ ഇടും. ബാത്റൂം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അടുത്തേക്ക് കാണിക്കണ്ട.